ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ഖുർആൻ? എന്താണ് ഖുർആൻ? എന്റെ പ്രിയമുള്ളവരെ, ആദരവായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആദ്യമായി നിങ്ങൾ അറിയുമല്ലോ, ഇഖ്റഇന്റെ സന്ദേശം ഏറ്റുവാങ്ങുമ്പോ ഒരു മലമുകളിലിരുന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് കരഞ്ഞ പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ആദ്യമായി പറഞ്ഞു, നബിയേ വായിക്ക്, നബിയേ വായിക്ക്. ആദ്യമായി അല്ലാഹു തന്റെ ദാസനിലൂടെ പ്രവാചകനിലൂടെ ലോകത്തിന് നൽകുന്ന സന്ദേശം പഠിക്കുക, വായിക്കുക. അതുകൊണ്ടാ മക്കത്തുൽ മുക്കറമ ഇസ്ലാമിക് ലൈബ്രറി. വായനയിലൂടെ ഇസ്ലാം വളർന്നിട്ടുള്ളൂ. വാളുകൊണ്ട് വളർന്ന മതമല്ല ഇസ്ലാം. തീവ്രവാദമോ ഭീകരവാദമോ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം കൊണ്ടോ കടന്നു വന്ന മതമല്ല ഇസ്ലാം. ഓരോ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് വിശുദ്ധ ഖുർആന്റെ സന്ദേശം കൊണ്ടാണ്. നിങ്ങൾ അറിയോ, അല്ലാഹുവിന്റെ റസൂല് വരുമ്പോ മക്കത്തെ ഏറ്റവും വലിയ തെമ്മാടിയായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന പദവിയിലേക്ക് ഉമറിനെ വളർത്തിയതാരാ? ചരിത്രം ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനായ ഉമർ കൂടി പങ്കെടുത്ത മുശ്രിക്കുകളുടെ യോഗത്തിലാ ചോദിച്ചത്, മുഹമ്മദിനെ വധിക്കാൻ ചങ്കൂറ്റമുള്ളവൻ ആരുണ്ട്? ചാടി എഴുന്നേറ്റ് ഉമർ, ഞാൻ വധിക്കാം. കാരണം ഉമർ അത്ര വീരശൂര പരാക്രമിയായിരുന്നു. ആരെയും പേടിപ്പെടുത്തുന്ന, ആരും കണ്ടാൽ പോലും ഗാംഭീര്യത നിറഞ്ഞ മുഖത്തിന്റെ ഉടമയായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് ഉമർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ പോകാം. അങ്ങനെ ഉറയിൽ നിന്ന് വലിച്ചൂരിയ വാളും കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓടി റസൂലുള്ളാന്റെ തലയെറുക്കാൻ. 100 ചുവന്ന ഒട്ടകമാ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിരുന്നത്. നിങ്ങൾ അറിയണം, അല്ലാഹുവിന്റെ റസൂലിനെ വധിച്ചു കളയുന്നവർക്ക് ഏറ്റവും വലിയ സമ്മാനമാണ് 100 ചുവന്ന ഒട്ടകം. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള ഒട്ടകത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും മഹത്തരമുള്ള ഒട്ടകമാണ്. അതാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആഗ്രഹത്തോടെ ഊരിപ്പിടിച്ച വാളുമായി ചാടുകയാണ്. റസൂലുള്ളാന്റെ തലയറുക്കാ പോകുന്ന വഴിയിലാ പറഞ്ഞതൊരാള്, ഉമറേ എങ്ങോട്ടാണ് പോകുന്നത്? മുഹമ്മദിന്റെ തലയെടുക്കാൻ. തടയല്ലേ എന്നെ, തടഞ്ഞു നിർത്തല്ലേ, ഞാനാ മുഹമ്മദിന്റെ തലയെടുക്കട്ടെ എന്ന് പറഞ്ഞ ഉമറിനോട് അയാള് പറഞ്ഞു, ഉമറേ നിങ്ങൾ ആദ്യം നന്നാക്കേണ്ടത് മുഹമ്മദിനെയല്ല, നിന്റെ പെങ്ങളുണ്ടല്ലോ ഫാത്തിമ, മുഹമ്മദിന്റെ വലയിൽ പെട്ടുപോയി. ആദ്യം നിന്റെ കുടുംബത്തെ നന്നാക്ക, പിന്നെ മതി മുഹമ്മദിനെ. ഉമർ ഇബ്നുൽ ഖത്താബ്, എന്റെ പെങ്ങളോ മുഹമ്മദിന്റെ വലയിൽ പെട്ടുപോയോ എന്ന് വല്ലാതെ ആക്രോശിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ചാടുകയാ. ഒരു ഈറ്റപ്പുലിയെ പോലെ എന്തും കിട്ടിയാൽ ചവച്ചു തുപ്പുന്ന ദേഷ്യത്തോടുകൂടി ഉമർ ഇബ്നുൽ ഖത്താബ് പായുകയാ സഹോദരിയുടെ വീട്ടിലേക്ക്. ഫാത്തിമാന്റെ വീട്ടിലെത്തിയപ്പോ വാതിലിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തട്ടുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ അകത്തു നിന്നൊരു ശബ്ദം ഇങ്ങനെ അലയൊലിയായി ഒഴുകി വരികയാ. എന്താണ് അകത്തു നിന്ന് കേട്ട ശബ്ദമെന്നറിയോ? ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ, റസൂലുള്ളാന്റെ മകൾ ഫാത്തിമയല്ല, ഉമറിന്റെ പെങ്ങൾ ഫാത്തിമയാ. ഫാത്തിമ അകത്തിരുന്നു കൊണ്ട് തന്റെ ഭർത്താവുമായി ഇരുന്ന് ഖുർആൻ ചർച്ച ചെയ്യുകയാണ്, ഖുർആൻ ഓതുകയാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന ത്വാഹ എന്ന സൂറത്ത് ഇങ്ങനെ ഓതി വരികയാ. ഓ സൂറത്ത് കേട്ടുകൊണ്ടാ ഉമർ ഇബ്നുൽ ഖത്താബ് വാതിലിന് മുട്ടുന്നത്. ഫാത്തിമ വന്ന് കതക് തുറന്നു, ചോദിച്ചു, നീ എന്താ ഇവിടെ പാരായണം ചെയ്തുകൊണ്ട്, എന്താ വായിച്ചുകൊണ്ടിരുന്നത്? ഖുർആൻ മാറ്റിവെച്ചു. എന്നിട്ട് പറഞ്ഞു, അത് കാണിക്കാൻ കഴിയില്ല. ഒരൊറ്റ അടി കൊടുത്തു ഫാത്തിമാന്റെ മുഖത്ത്. ഭർത്താവിന്റെ മുഖത്ത് വെച്ച്, മുന്നിൽ വെച്ച് സ്വന്തം സഹോദരിയുടെ ചെകിട തടിച്ചു, ബ്ലഡ് പൊട്ടി ഒഴുകി.
ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ഉമർ ചോദിച്ചു, ആ കിതാബ് ദാ നോക്കട്ടെ. തരില്ല, നീ പോയി ശുദ്ധിയായിട്ട് വാ. ഉമർ ഇബ്നുൽ ഖത്താബ് പോയി ശുദ്ധിയായി ഒളൂ ചെയ്തു, തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അതൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഫാത്തിമ നിവർത്തി വെച്ചു കൊടുത്തു. ഉമർ ഇങ്ങനെ ഓതുകയാണ്. കാരണം അവർ അറബികളാണ്, പഠിക്കേണ്ട കാര്യമില്ല. ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. ഓതി അവസാന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്നാ എന്ന ആയത്തെത്തിയപ്പോ ഫാത്തിമയോട് ഉമർ പറയുകയാണ്, ഇതെന്തോരു ഗ്രന്ഥമാണ് ഫാത്തിമ, എന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചിരിക്കുന്നല്ലോ. ഇതിന്റെ അനുയായിയായി എനിക്കും മാറണമല്ലോ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിന്റെ തലയെടുക്കാ ഊരിപ്പിടിച്ച വാളുമായി പുറപ്പെട്ട ഉമർ ആ വാൾ ഉറയിലേക്ക് ഇട്ടുകൊണ്ടിതാ ഇലാ ഹദറത്ത് റസൂലില്ലാഹ്, ആദരവായ പ്രവാചകന്റെ തിരുമുമ്പിലേക്ക് വരികയാ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക യാ റസൂലല്ലാഹ്. ഞാനിതാ മുസ്ലിമായിരിക്കുന്നു നബിയേ, അങ്ങയുടെ തലയറുക്കാൻ കുഫാറുകളുടെ മുശ്രിക്കുകളുടെ വാക്ക് കേട്ടിട്ട് 100 ഒട്ടകത്തിന്റെ ഇനാ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ കണ്ണു നട്ടുകൊണ്ടാ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ തലയെടുക്കാനാ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ അങ്ങയുടെ മുമ്പിലെത്തുന്നതിന് മുമ്പ് അങ്ങേക്ക് ദൈവം തമ്പുരാ അല്ലാഹു ഇറക്കി തന്ന വചനങ്ങൾ എന്റെ മനസ്സ് മാറ്റി നബിയേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച ഉമർ വിളിച്ച് തിരിച്ച് പുറത്തിറങ്ങിക്കൊണ്ട് വാള് വലിച്ചൂരിയിട്ട് പറയുകയാ, ഈ റസൂലുള്ളാഹിനെ, ഈ മുഹമ്മദിനെ അംഗീകരിക്കാത്തവൻ ആരോ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ ലോകത്തിന്റെ മുന്നിൽ ഈമാനിന്റെ ഏറ്റവും വലിയ പ്രസരിപ്പ് നടത്തി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ദുആ ചെയ്തു, അല്ലാഹുവേ അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബി ഉമർ ഔ ബി അബീ ജഹൽ ഔ കമാ ഖാല അലൈഹിസ്സലാം. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവേ ആ കാലഘട്ടത്തിൽ മക്കയിലെ ഏറ്റവും വലിയ വീരശൂര പരാക്രമികൾ 2 പേരാണ്. ആരെന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ധിക്കാരികൾ, ഒന്ന് അബൂജഹൽ, 2 ഉമർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവേ ഈ 2 പേരിൽ ഒരാളെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തി പകരണമേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു അല്ലാഹു ആ ഭാഗ്യം കൊടുത്തത്. ബദറിലേക്ക് ഉമർ പോയി, ഉഹദിലേക്കും ഉമർ പോയി, ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു ഉമർ എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ആ ഉമർ അവസാനം ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ അമിത്നി വജ്അൽ മൗതി ഫീ ബലദി റസൂലിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നിന്റെ നബിയുടെ നാട്ടിൽ വെച്ച് എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. ഈമാനിന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ദുആ, അല്ലാഹുവേ നിന്റെ പ്രവാചകന്റെ നാട്ടിൽ മദീനയിൽ വെച്ച് എന്നെ മരിപ്പിക്കണേ പടച്ചോനെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത 2ാമത്തെ പ്രസിഡന്റ്, 40 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പരിശുദ്ധമായ മക്ക സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഉമർ. ഗാന്ധിജി പോലും പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് ഉമറിന്റെ ഭരണം ഞാൻ ആഗ്രഹിക്കുന്നു. ഗാന്ധിജിക്ക് ആരാണ് ഉമറിനെ പരിചയപ്പെടുത്തി കൊടുത്തത്? ഉമറിനെ ഏറ്റവും വലിയ ലോകത്തെ ജേതാവും നേതാവുമാക്കിയ മാറ്റിയ ഘടകം എന്താണ്? പരിശുദ്ധ ഖുർആൻ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജാവായി വാഴുമ്പോഴാ ഒരുപാട് ലോകത്തിന് സമ്മാനിക്കാനുള്ള സമത്വ സുന്ദര രാജ്യഭരണം ലോകത്തിന് സമ്മാനിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ബഹുമാനപ്പെട്ട സഹാബിയുമായി നടന്നു പോവുകയാ ഒരു വീട്ടിലേക്ക്.
സഹാബിയില്ല, ഒറ്റയ്ക്കാണ് ഉമർ റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുകയാണ്. പാതിരാത്രിയിൽ തന്റെ അനുയായികളുടെ, തന്റെ ആളുകളുടെ, പ്രജകളുടെ അവസ്ഥകൾ അറിയാൻ ഉമർ ഇബ്നുൽ ഖത്താബ് നടക്കുകയാ. പുറകെ ഒരു മനുഷ്യനും കൂടി. ഈ തണുപ്പത്ത് ഒരു മൂടുപടം പോലും ഇല്ലാതെ ഉമർ എങ്ങോട്ടാ പോകുന്നതെന്നറിയാൻ വേണ്ടി ഒരാൾ പുറകെ കൂടി. രഹസ്യമായി നോക്കുകയാണ് ഉമർ എങ്ങോട്ടാണ് പോകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുറെ സഞ്ചരിച്ചു നോക്കുമ്പോ ഒരു ചെറ്റക്കൂരയുടെ അകത്തളങ്ങളിലേക്ക് ഉമർ കടന്നു പോവുകയാണ്. ചെറ്റവാതിൽ മാറ്റിയിട്ട് സഹാബി കണ്ടിട്ട് വല്ലാതെ ഒരുപാട് ഭയന്നു പോയി. എന്തിനാണ് ഉമർ ഈ പാതിരാത്രിയിൽ ഒരു ചെറ്റക്കൂരയിൽ ചെന്ന് കയറുന്നത്? എന്തിനാണ് അവിടെ പോയത്? വല്ലാതെ ഒരുപാട് മോശമായ ചിന്താഗതികൾ ഈ സഹാബിയുടെ മനസ്സിൽ ഇങ്ങനെ മിന്നിമറിയുകയാ. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മണിക്കൂറുകൾ കഴിഞ്ഞിറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഈ മനുഷ്യൻ, ഈ സഹാബി അവിടെ ചെന്നു. ഉമർ കേറിയ ചെറ്റക്കൂരയുടെ വാതിൽ മാറ്റി അകത്തേക്ക് ചെന്നപ്പോ അവിടെ കണ്ട കാഴ്ച എന്തെന്നറിയോ? മാനമുള്ളവരെ, നമുക്ക് ലോകത്തിൽ ഇന്നും ഒരു മാതൃകയാണ്. ലോകത്തിൽ ഇന്നും ഒരു മാതൃകയാണ്. പനനാര് കൊണ്ടുവരിഞ്ഞു കേട്ടിയ കട്ടില് കഴിയുന്നു കിളവി രോഗമിലുണ്ടത്. പനനാര് കൊണ്ടുവരിഞ്ഞു കേട്ടിയ കട്ടില് പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടത്. ഒരു കിഴവിയായ രോഗി ഇങ്ങനെ കിടക്കുകയാ. അവര് കിടന്നുകൊണ്ടാ മലമൂത്ര വിസർജനം നടത്തുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വന്തം കൈകൊണ്ട് എടുത്തു മാറ്റി ശുദ്ധീകരിക്കും. എന്നിട്ട് ഭക്ഷണം കൊടുക്കും, തിരിച്ചു പോകും. ഈ സഹാബി ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ, നിങ്ങളുടെ അടുത്ത് ആരാണ് എല്ലാ ദിവസവും വരുന്നതെന്നറിയോ? അവര് പറഞ്ഞു, മോനെ, എനിക്കറിയില്ല. എല്ലാ ദിവസവും ഒരാൾ വരും, എന്റെ മലവും മൂത്രമൊക്കെ എടുത്തോണ്ട് കളയും, ശുദ്ധീകരിക്കും, എനിക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു തരും, എന്നിട്ട് തിരിച്ചു പോകും. ചോദിച്ചു, ഉമ്മ, ആരാണെന്നറിയോ? അത് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ മലമൂത്രം എടുത്തു കളഞ്ഞ് നിങ്ങളെ ശുദ്ധിയാക്കി വെക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന മനുഷ്യൻ ആരെന്നറിയോ? അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർക്കുള്ള അമീറാണല്ലോ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർക്കുള്ള അമീറാണല്ലോ. ലോകത്തെ മുഴുവൻ നേതാക്കൾക്കും മാതൃകയായി ഉമർ മാറി. ആ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ ഓരോ പ്രവർത്തനങ്ങളും ലോകത്തിന്റെ മുന്നിൽ ഞാൻ കാഴ്ചവെച്ചതിന് പ്രചോദനമേകിയത് എനിക്ക് എന്റെ റസൂലുള്ള തന്ന വിശുദ്ധ ഖുർആനാ.